വെൽക്കം ടു PSC Learn Plus. ഇന്നത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ന് ഭിന്നസംഖ്യകളെ കൂട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 1/2 പ്ലസ് 3/16 പ്ലസ് 5/64. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഛേദം നോക്കുക. ഛേദം എല്ലാം ഡിഫറെൻ്റ് ആണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 2നും 16നെയൊക്കെ ഇതിൽ ഏറ്റവും വലിയ ഛേദമാണ് 64. അല്ലെ 64 ആക്കാൻ പറ്റും. അതായത് 2ന് 64 ആക്കാൻ പറ്റും, 16ന് 64 ആക്കാൻ പറ്റും. അപ്പോൾ 3 ഭിന്നസംഖ്യകളുടെയും ഛേദം സെയിം ആയിട്ടുണ്ടെങ്കിൽ അംശങ്ങൾ അഥവാ ന്യൂമറേറ്ററുകൾ തമ്മിൽ ആഡ് ചെയ്താൽ മതി, നമ്മുടെ ആൻസർ പെട്ടെന്ന് കിട്ടും. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ 1/2ൻ്റെയും 3/16ൻ്റെയും ഛേദത്തിനെ 64 ആക്കാൻ എന്താ വഴി നോക്കാം. ഛേദമാണ്, ഈ 2നെ നമുക്ക് എന്താക്കണം, 64 ആക്കണം. 2നെ 64 ആക്കണമെങ്കിൽ എത്രനെ കൊണ്ട് ഗുണിച്ചു കൊടുക്കേണ്ടി വരും എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. 64ൻ്റെ പകുതി എടുത്താൽ മതി അല്ലേ, 32. 32നെ മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. 2നെ 32 കൊണ്ട് ഗുണിച്ചാലാണ് 64 കിട്ടുക. അപ്പോൾ താഴെ ഗുണിച്ചിട്ടുണ്ടെങ്കിൽ അതേ നമ്പർ മുകളിലും ഗുണിക്കണം. അപ്പോൾ 1 × 32 എത്രയാണ്, 32 തന്നെ. 2 × 32 64. അതുപോലെ ഈ 16നെ എന്തുകൊണ്ട് ഗുണിച്ചാലാണ് ഛേദം 64 ആവുക നോക്കുക. 16നെ എന്തുകൊണ്ട് ഗുണിച്ചാലായിരിക്കും 64 കിട്ടുക, 4 കൊണ്ട് ഗുണിച്ചാൽ. അപ്പോൾ 16നെ 4 കൊണ്ട് ഗുണിക്കും. അപ്പോൾ മുകളിലും എന്ത് ചെയ്യണം, 4 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 3 × 4 എത്രയാണ്, 12. ഓക്കെ, 3 × 4 12, 16 × 4 64. പിന്നെ നമ്മുടെ കയ്യിലുള്ള 5/64 ഉണ്ട്. അത് ഞാൻ അങ്ങനെ എഴുതി, കാരണം ഇതിൻ്റെ ഡിനോമിനേറ്റർ 64 തന്നെയാണ്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്, ഈ 3 നമ്പറും കൂടിയും ആഡ് ചെയ്താൽ മതി. 32/64 പ്ലസ് 12/64 പ്ലസ് 5/64. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് നമ്മുടെ ആൻസറിൻ്റെയും ഡിനോമിനേറ്റർ അഥവാ ഛേദം എന്ത് തന്നെയായിരിക്കും, 64 തന്നെയായിരിക്കും. ഇനി നമുക്ക് വേണ്ടത് എന്താ, ന്യൂമറേറ്റർ. മുകളിലുള്ള നമ്പർ കാണാൻ ഇവിടുത്തെ ന്യൂമറേറ്ററുകൾ തമ്മിൽ ആഡ് ചെയ്യാം. 32ഉം 12ഉം കുട്ടികൾ എത്രയാണ്, 44. 44 പ്ലസ് 5 എത്രയാണ്, 49. അപ്പം നമ്മുടെ ആൻസർ എന്താണ്, 49/64. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.